Hi friends, welcome to Pluto Creations. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കണ്ടല്ലേ ഒരു കീച്ചെയിൻ ആട്ടോ. കീച്ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കീച്ചെയിനാണിത്. ഈ ഡിസൈൻ ഈ മെറ്റലിലോട്ട് പെർമനൻ്റ് ആയിട്ട് എച്ച് ചെയ്ത് ഫിറ്റ് ചെയ്തേക്കുന്നതാണ്. മെറ്റൽ എച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ മെറ്റൽ എച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റലിൻ്റെ സർഫസ് ചെറിയ ചെറിയ ലെയറായിട്ട് ഓക്സിഡൈസ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ഡിസൈൻ അതിലോട്ട് വരുത്തുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ സാധനങ്ങളും ഉണ്ട്, നമുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴുള്ള സാധനങ്ങളും ഉണ്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പ്രോസസ്സാണിത്. നമുക്ക് കളയാനൊന്നും പറ്റത്തില്ല, നല്ല പെർമനൻ്റ് ആയിട്ടുള്ള സാധനം. ഞാനിപ്പോൾ ഇതിൽ പ്ലൂട്ടോ ക്രിയേഷൻസ് എന്ന് എഴുതിയിരിക്കുന്ന ഈ സൈഡിൽ നമ്മുടെ ലോഗോ ആണ്, കണ്ടില്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മെറ്റൽ എച്ചിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെറ്റൽ എച്ചിങ് ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചെറിയൊരു ബൗളിൽ കുറച്ച് സോൾട്ട് വാട്ടർ വേണം, ഉപ്പ് വെള്ളം. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് മാസ്കിംഗ് ടേപ്പ് വേണം, ഒരു ഹൈ വോൾട്ട് ബാറ്ററി, അല്ലെങ്കിൽ എൻ്റെ കേസിൽ ഇവിടെ ഇപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു പവർ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പവർ സപ്ലൈ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. 9 വോൾട്ടിൽ തന്നെ വോൾട്ടേജ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. സെയിം ഈ ഒരു ബാറ്ററിയുടെ ഔട്ട്പുട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മെറ്റൽ എച്ചിങ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റലിൻ്റെ പീസസ്. ഞാനിവിടെ ചെറിയ 2-3 സ്ട്രിപ്പ് ഇരുമ്പാണ് എടുത്തേക്കുന്നത്, അയണിൻ്റെ ചെറിയ 2-3 പീസസ്. ഇതിപ്പോൾ ട്രാൻസ്ഫോർമറിൻ്റെ കോറായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽ പീസസ് ആണ്. പിന്നെ നമുക്ക് 2 കോട്ടൻ്റെ സ്വാബ് വേണം, ഇയർബഡ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെറ്റൽ എച്ചിങ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്കിനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മെറ്റലിൻ്റെ പീസ് എടുക്കാം. ഇതിലോട്ട് നമ്മൾ കുറച്ച് മാസ്കിംഗ് ടേപ്പ് വെച്ചൊന്ന് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു നൈഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡിസൈന് ഇതിലോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ചെറിയൊരു സ്റ്റെൻസിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറിലോട്ട് പ്രിൻ്റ് എടുത്താണെങ്കിലും നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. അല്ലെങ്കിൽ വെറുതെ നമുക്ക് കൈകൊണ്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് വെറുതെ ഇങ്ങനെ വെട്ടിയെടുക്കുക. ഞാനിപ്പോൾ ചെറിയൊരു ട്രയാങ്കിൾ ഇവിടെ വെട്ടാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു ട്രയാങ്കിൾ ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡിസൈൻസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് വെട്ടിയെടുക്കുക. ഞാനിവിടെ 2-3 ഡിസൈൻസ് ഇതുപോലെ തന്നെ വെട്ടിയെടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് എച്ച് ചെയ്ത് നോക്കാൻ പോകണം എങ്ങനെയാണ് വരുന്നതെന്ന്. ഫസ്റ്റ് എന്തായാലും നമുക്ക് ഈ ട്രയാങ്കിൾ തന്നെ ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ പവർ സപ്ലൈയുടെ നെഗറ്റീവ് ടെർമിനൽ എടുക്കുക, അതായത് കറുത്ത കളറുള്ള വയർ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു കോട്ടൺ സ്വാബ് എടുത്തിട്ട് ഈ കോട്ടൺ സ്വാബിൻ്റെ ഈ ഒരു പഞ്ഞി വരുന്ന ഈ ഭാഗത്തോട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ചുറ്റി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു പഞ്ഞിയിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപ്പുവെള്ളത്തിനകത്ത് മുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് എടുത്തിട്ട് നമുക്ക് ഈ മെറ്റൽ പീസിൻ്റെ അടിയിലോ എവിടെയെങ്കിലും ആയിട്ട് മെറ്റലിൽ ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കാം. ഓക്കെ, പോസിറ്റീവ് ഇട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെഗറ്റീവ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ട്രയാങ്കിളിൽ ചെറുതായിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ കളർ ചെറുതായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാനെന്തായാലും ഇതൊന്ന് ചെറുതൊന്ന് പൊളിച്ച് നോക്കുകയാണ്. കണ്ടില്ലേ, നമ്മളിത് പൊളിച്ച് കളഞ്ഞപ്പോഴത്തേനും ഈ ട്രയാങ്കിൾ ഷേപ്പ് ഇതിലോട്ട് കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. ഇത് ഈ മെറ്റൽ ഇവിടെ കുഴിച്ചെടുത്ത് കളഞ്ഞേക്കാണ്, കണ്ടില്ലേ. ചെറിയൊരു കുഴി പോലെ അങ്ങോട്ട് വീണേക്കുവാണ്. കറക്റ്റ് അത്ര ഭാഗത്തെ മെറ്റൽ ഓക്സിഡൈസ് ആയി പോയേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ചെറിയൊരു പീസ് എച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ പീസ് ചെയ്തതുപോലെ തന്നെ ഈ ബാക്കിയുള്ള ഈ എല്ലാ പീസുകളും ചെറുതായിട്ടൊന്ന് എച്ച് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇതിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ,
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ എങ്ങനെയാണ് മെറ്റൽ എച്ച് ചെയ്യുന്നതെന്ന് കണ്ടല്ലേ. അപ്പോൾ ഇത് ശരിക്കും മെറ്റലിലോട്ട് പെർമനൻ്റ് ആയിട്ട് വീഴുന്ന മാർക്കാണ്. ശരിക്കും മെറ്റൽ ഓക്സിഡൈസ് ആയിട്ട് ചെറിയ കുഴി പോലെ വരുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഇത് മായ്ച്ച് കളയാനായിട്ട് നമുക്ക് പറ്റത്തില്ല, പെർമനൻ്റ് ആയിട്ട് വീഴുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു പ്രോസസ്സ് വെച്ചിട്ട് ഇവിടെ ഒരു കീച്ചെയിൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടേ. അപ്പോൾ അത്യാവശ്യം നല്ല ചെറിയ ഇത് ഇച്ചിരി കട്ടി കുറഞ്ഞ മെറ്റലാണെന്നാലും നല്ലൊരു കീച്ചെയിനാണ്. ഏതായാലും ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഡിസൈന് ഈ ഒരു സൈഡിലായിട്ട് പ്ലൂട്ടോ ക്രിയേഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ലോഗോ ഇതേ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഈ മെറ്റൽ എച്ചിങ് പ്രോസസ്സിൽ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ആർട്ട് വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഒരു 9 വോൾട്ട് ബാറ്ററിയും കുറച്ച് ഉപ്പുവെള്ളവും കുറച്ച് കോട്ടൺ സാബുമൊക്കെ നമുക്ക് ധാരാളം മതി. മെറ്റലിൻ്റെ പീസുകൾ നമുക്ക് വേണമെങ്കിൽ കോയിനുകളിൽ ചെയ്യാം. അതുപോലെ അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല മെറ്റൽ പീസുകൾ ചെറുതിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അലുമിനിയത്തിൻ്റെ പീസുകളാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ കൂടെ ഒക്കെ വെറുതെ ഇരിക്കുകയാണ്, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ല സമയമാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഈ മെറ്റൽ എച്ചിങ് പ്രോസസ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി, കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വേറൊരു അടിപൊളി ഐറ്റമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.